سبيلا سار فيه سيد السادات سلسبيلا تسقى في الحالات كسل سادسان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മാർഗത്തിലൂടെ തന്നെ പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടും. സ്വർഗത്തിൽ സൽസബീലുണ്ട്. ഐനം ഫീഹാ തുസമ്മാ സൽസബീലാ. ഖുർആൻ പറയും സ്വർഗത്തിൽ സൽസബീൽ എന്നൊരു ഉറവിടമുണ്ട്. മാത്രമല്ല നല്ല നല്ല ബോട്ടിലുകളുള്ള സ്വർഗത്തിൽ മിസ്ക് കൊണ്ട് മുദ്രണം ചെയ്താൽ ബോട്ട് കുടിക്കാൻ പാനീയം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗത്തിലൂടെ നീ നീങ്ങിയാലേ നിനക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് ആ മാർഗം വിട്ട് വ്യതിചലിക്കാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ അതാണ് പഠിപ്പിക്കുന്നതും. അത് തന്നെ ആ നിശ്ചിത രൂപത്തിൽ മറികടന്നാൽ അവർ നശിച്ചു ഹലാക്കായി പോയെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അവർ ഹലാക്കായി പോയി. അത്തരം വിഭാഗക്കാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ ഇഹ്യ എന്ന ഗ്രന്ഥത്തിൽ ഒരു അധ്യായം തന്നെ ചേർത്തിട്ടുണ്ട്. വസ്വിസീങ്ങളുടെ തഖ്വ എന്ന് പറഞ്ഞു. വസ്വിസികളെ വസ്വാസുള്ള ആളുകളുടെ തഖ്വ, വസ്വാസുള്ളവരുടെ തഖ്വ. വസ്വാസുള്ളവരുടെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വസ്വാസാണ്. എപ്പോഴും വസ്വാസം എത്ര ചെയ്താലും അവർക്ക് മതിയായി തോന്നൂല, ശരിയായിട്ടും തോന്നൂല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കർശനമായിക്കൊണ്ട് അതിനെ കടുപ്പെടുത്താൻ പിടിക്കുകയാണ്. അത് മുവസ്സിസികളാണ്. മുവസ്സിസികൾ തഖ്വ അത് തള്ളപ്പെടേണ്ടതാണ്. അത് വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹ് പറഞ്ഞു, നിങ്ങളെ കൂടെ വേണ്ട, കുറയും വേണ്ട. നിങ്ങള് മാറ്റി മിതമായ ആളുകളാ ഉമ്മത്താവണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ലാത്തൊരു സമൂഹമായി ജീവിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും കൂടുതൽ പറ്റൂല, കുറച്ചലും പറ്റൂല. നിശ്ചിത പരിധി വിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, ആ പരിധി വിട്ട് കീഴോട്ട് വരാനും പാടില്ല. ഇതറിയുന്നത് ആർക്കാ? ആലിമീങ്ങൾക്ക്. അതുകൊണ്ടാണ് ആലിമീങ്ങളെ വിലായത്തിന്റെ മഖാമിലേക്കുള്ള പ്രയത്നത്തിന് പറ്റൂല. അല്ലാത്തവർക്ക് അവർ നശിപ്പിക്കലാണ്. അല്ലെങ്കിൽ ഒരു ആലിമിന്റെ 100% കൺട്രോളായിരിക്കണം. അല്ലാതെ അപ്പൊ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ആ മനസ്സിലേക്ക് നമുക്ക് ഈ മജ്‌ലിസിൽ നിന്നോ അതുപോലെ മുബാറക്കാവുന്ന സ്ഥലങ്ങൾ, ഇപ്പോ മഖബറകൾ, ഔലിയാക്കന്മാരെ മഖബറയിൽ നിന്നും അങ്ങനെ കിട്ടും, കറണ്ട് കിട്ടും. പക്ഷെ പോകുന്നത് ലക്ഷ്യം ആ ഉദ്ദേശത്തിലായിരിക്കും. നമ്മൾ പോകുന്ന മുറാദാസലാണ്, റിസൾട്ടാണ്, കടം വീടാണ്, രോഗം മാറാണ്. അതുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനേക്കാൾ മുമ്പ് ഹിദായത്ത് ലക്ഷ്യം വെക്കണം. നമുക്കൊരു രോഗം വന്ന് അത് മാറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ മഖബറയിലേക്ക് നമുക്ക് പോകാൻ അള്ളാഹു തോന്നിപ്പിക്കുകയാണെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, ഈ രോഗം വരുത്തിയത് ആ മഹാനായ വലിയന്റെ മഖബറയിൽ നിന്ന് എനിക്ക് ഹിദായത്ത് ലഭിക്കാനുള്ള ചാൻസിന് വേണ്ടി അള്ളാഹ് തയ്യാറാക്കിയതാണ് എന്ന നീയത്തിന് പോയി നോക്കി അന്ന് ഉദ്ദേശിച്ചല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഉദ്ദേശിക്കാൻ പറ്റൂല. അപ്പൊ അന്ന് തോന്നിപ്പിച്ചത് എന്റെ കാര്യം മഖബറ പോയിരുന്നു. അപ്പൊ എന്താ ആ രോഗം വന്നത് അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ തോന്നിപ്പിച്ചതും ആ മഖബറയിൽ നിന്ന് കിട്ടാവുന്ന ആ പ്രകാശം കിട്ടാനുള്ള മാധ്യമായിട്ട് കണക്കാക്കി പോയി. എത്രയോ ഔലിയാക്കന്മാരെ മഖബറകൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ് എന്ന് ഷൗക്കാനി പോലും പറഞ്ഞിട്ടുണ്ട്. ഷൗക്കാനി എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡേൺ ചിന്താഗതിയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. 4 മദ്ഹബിനും അപ്പുറം ചിന്തിച്ച ഒരാളാണ് ഷൗക്കാനി എന്ന് പറയുന്ന ആൾ. 4 മദ്ഹബിനപ്പുറം ചിന്തിച്ചാൽ ഒരു പക്ഷേ അവൻ കാഫിറായി പോകാനും സാധ്യതയുണ്ട് എന്നാണ് ഉലമാ പറയുന്നത്. 4ാമത് മദ്ഹബിന്റെ അപ്പുറത്തേക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റൂലാണ്. ആരെങ്കിലും മദ്ഹബ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ 4ാമത് മദ്ഹബായി അംഗീകരിക്കാൻ പറ്റും.
മഹാന്മാർ പറഞ്ഞില്ല ആരാണ് മതമല്ലാതെ മറ്റൊരു ആദർശത്തെയും സ്വീകരിക്കൽ ജായിസേ അല്ല ശറഇൽ. ചിലപ്പോൾ അത് ഹാഫറാകാനും സാധ്യതയുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ വാദമുള്ള ശൗക്കാനി പോലും പറഞ്ഞിരിക്കുകയാണ് ഔലിയാക്കന്മാരുടെ മഖ്ബറയിൽ ദുആക്ക് ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട്. അപ്പൊ അവിടെ ഒക്കെ എന്തുണ്ട്? നൂറുണ്ട്, ആ പ്രകാശമുണ്ട്. ആ പ്രകാശം നമുക്ക് കിട്ടണം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മജ്‌ലിസുകളിൽ നമുക്ക് ലഭിക്കാനുള്ള പ്രകാശം അത് സ്വീകരിക്കാനുള്ള പാകതയോടുകൂടി വേണം ഇവിടെ എല്ലാ മാസവും പങ്കെടുക്കാൻ. അത് നമുക്ക് തന്ന ഒരു മാധ്യമമാണ് നമ്മുടെ ഖൽബിൽ പ്രകാശം ലഭിക്കാൻ. നമ്മുടെ ഖൽബിൽ പ്രകാശം ലഭിക്കാൻ മാധ്യമമാണ്. അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ആ പ്രകാശം ലബ്ധിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രയത്നവും. അപ്പൊ നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ നൂറ് ഇങ്ങനെ കടന്നു വരും. ആ നൂറ് കടന്നു വന്നാൽ അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു.